നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയെന്ന ആരോപണം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് പുതുനഗരം കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ വിവിധ വിഭാഗം. വിദ്യാലയത്തിലെ അധ്യാപക നിയമം ഉൾപ്പെടെ പലവിധ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വിവിധ വിഭാഗം ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി. ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ട ശേഷം താൻ സ്വതന്ത്ര പ്രവർത്തനം നടത്തിവരികയാണെന്നും A. മുഹമ്മദ് അലി. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുഷ്ടലാക്കോടെയെന്നും ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും T. രാമകൃഷ്ണൻ. റെയിൽവേ സ്റ്റേഷനുള്ളിൽ റിസർവേഷനും ടിക്കറ്റിനും ഡിജിറ്റൽ പേയ്മെന്റ് വേണമെന്ന നിബന്ധനയ്ക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. രാജ്യത്ത് നോട്ട് നിരോധനം ഇല്ലെന്നിരിക്കെ ഇത്തരം നിബന്ധനകൾ സ്വകാര്യ ടിക്കറ്റ് വിൽപ്പനക്കാരെ സഹായിക്കാനെന്നും ആരോപണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലും പിഴ ചുമത്തി ഗുണ്ടായിസം കാണിക്കുകയാണ് റെയിൽവേ പോലീസ് എന്നും ആക്ഷേപം. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികരുടെ സ്വർണ്ണമാല കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാതൊടി വീട്ടിൽ പ്രസാദാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപണം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് വിദ്യാലയത്തിൽ നടത്തിപ്പ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് വിമത ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആരോപണത്തോടെ മുസ്ലിം ലീഗ് പുതുനഗരം കമ്മിറ്റിയിൽ ഭിന്നത രൂക്ഷം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ട് ഇല്ലെന്നാണ് ഇപ്പോൾ വിമത ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി പറഞ്ഞു. പുതുനഗരം MES വിദ്യാലയത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അധ്യാപക നിയമനം ഉൾപ്പെടെ പല വിധത്തിലും വിദ്യാലയത്തിൽ ക്രമക്കേടും അഴിമതിയും നടക്കുകയാണെന്നും ആരോപിച്ചു. സ്കൂൾ നടത്തിപ്പ് നിയമാവലിക്ക് വിരുദ്ധമായാണ് നിയമനങ്ങൾ നടക്കുന്നത്. വിദ്യാലയത്തിലെ വരവ് ചെലവ് കണക്കും പ്രസിദ്ധപ്പെടുത്തുന്നില്ല. സ്കൂൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് പുതുനഗരം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്നും വിമത ജനറൽ കൺവീനർ A. മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയോ ജനറൽ ബോഡി യോഗമോ വിളിച്ചു ചേർക്കാതെ ഏകാധിപത്യപരമായാണ് ലീഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ ലീഗ് ഘടകങ്ങൾക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതുകൊണ്ടാണ് ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ടുനിന്നും സ്വതന്ത്ര പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത്. അറിഞ്ഞതുകൊണ്ട് ഞങ്ങളെ 4 ആളെ സസ്പെൻഡ് ചെയ്തതായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. നിങ്ങൾ പറയുകയാണെങ്കിൽ 35 മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തൊരു കത്ത് അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ 35 കമ്മിറ്റി അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യണം. കൂടാതെ ഞങ്ങൾ 21 അംഗ കമ്മിറ്റിയുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ആലോചിച്ച് പാർട്ടിയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കടുക് മണിയോളം താഴ്ന്ന് പാർട്ടിയെ സ്നേഹിച്ചു നിന്നു. പക്ഷേ അവിടെ നടക്കുന്നത് കോടികളുടെ അഴിമതി എന്ന് പറയാം. ഈ അഴിമതിയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്ന്, സ്കൂളിൻ്റെ പ്രവർത്തനം തന്നെ ആകെ അവതാളത്തിലായിരിക്കണം. അതായത് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി പുതുനഗരം പഞ്ചായത്തിലെ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജോലി കൊടുക്കും. FTM ആയിട്ട് സ്കൂളിൽ FTM ആയിട്ട് ജോലി കൊടുക്കും. അവർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആണ് പിന്നെ ജോലി മേടിക്കുന്നവരെ പാർട്ടിയും എല്ലാം ജോലി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്നത് അവരാണ്. വിദ്യാലയത്തെ തകർക്കുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്നും A. മുഹമ്മദ് അലി പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കാണിച്ച് A. മുഹമ്മദ് അലി, N. ഉമ്മർ ഫാറൂഖ്, HM മുഹമ്മദ് ഹുസൈൻ, KS മുഹമ്മദ് അലി എന്നിവരെ ലീഗ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ നേരത്തെ രാജിവെച്ചവരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് A. മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. പുതുനഗരം പഞ്ചായത്തിലെ വിമത ലീഗ് മെമ്പർമാർ രാജിവെച്ചാൽ ഭരണം BJPക്ക് അനുകൂലമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ വിമത ഭാരവാഹികളായ ചെയർമാൻ A. സൈനുലാബുദ്ദീൻ, ട്രഷറർ MS അബ്ദുൽ കരീം, പഞ്ചായത്ത് അംഗം റസൂൽ ഹാക്ക് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ദുഷ്ടലാക്കോടെയാണെന്നും ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ പറഞ്ഞു. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടികളെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തിനകം 10 കോടി പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമാണെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ബാങ്കിലെ ജീവനക്കാർ.
സഹകരണ ബാങ്കുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നത് സഹകരണ വകുപ്പ് നടത്തുന്ന പരീക്ഷ വിജയികളാണ്. കഴിഞ്ഞ ഒരു മാസത്തിനകം 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണവും അവാസ്തവമാണ്. കഴിഞ്ഞ ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. കേവലം ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം വിവിധ ജനകീയ ആവശ്യങ്ങളും കാർഷിക ആവശ്യങ്ങളും മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഏത് ആരോപണവും നേരിടാനും തയ്യാറാണ്. ഡിഗ്രി യോഗ്യത വേണം. കേരളത്തിൽ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ബിരുദത്തിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേറൊരു അംഗീകാരം ആവശ്യമില്ല. ഇപ്പൊ കുറെ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് തന്നെയാണ് ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വാലിഡേഷൻ അതിന്റെ ആവശ്യമില്ല. അതാണ് ഒരു കാര്യം അതിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2 തരത്തിലാണ് ബാങ്കിൽ നിയമനം നടക്കുക. ഒന്ന് ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റത് ലാസ്റ്റ് ഗ്രേഡ് നിയമനമാണ് നടക്കുക. ഇതിൽ ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് ആ പരീക്ഷ നടത്തുന്നത്. അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ബാങ്കിന് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഭാഗ്യ ഇടപെടലിനും കഴിയില്ല. കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിൽ ചെന്നാൽ കാണാം ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത്. കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചു വരുന്നവരാണ്. അതേസമയം ലാസ്റ്റ് ഗ്രേഡ് നിയമനമുണ്ട്. അതിനും പ്രത്യേക ഏജൻസി, സർക്കാർ അംഗീകരിക്കുന്ന പ്രത്യേക ഏജൻസികൾ പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് നിയമനവും നടക്കുന്നത്. അതിലും മറ്റൊരു ഇടപെടലും നടത്താൻ കഴിയില്ല. ബാങ്കിനെതിരെ നടത്തിയ ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടറി സി രമേശ്, വൈസ് പ്രസിഡന്റ് ജയകുമാർ കെ, ഡയറക്ടർമാരായ കെ അംബുജാഷി, പി ബാലചന്ദ്രൻ, ബിജു സി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെയിൽവേ സ്റ്റേഷനുകളിൽ റിസർവേഷനും ടിക്കറ്റിനും നിർബന്ധമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വേണമെന്ന നിബന്ധനയ്ക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്ത് നോട്ട് നിരോധനം ഇല്ലെന്നിരിക്കെ ഇത്തരം നിബന്ധന വയ്ക്കുന്നത് സ്വകാര്യ വിൽപ്പനക്കാരെ സഹായിക്കാനാണെന്നും സമരക്കാർ ആരോപിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾക്ക് 1 കിലോമീറ്റർ വരെ പരിധിയിലുള്ള സ്വകാര്യ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലും പിഴ ചുമത്തി റെയിൽവേ പോലീസ് ഗുണ്ടായിസം കാണിക്കുകയാണെന്നും ആരോപിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വരെ പരിധിയിൽ സ്വകാര്യ സ്ഥലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾ പോലും നോ പാർക്കിങ്ങിന്റെ പേരിൽ ഗുണ്ടായിസം കാണിച്ച് ഫീസ് പിരിച്ചെടുക്കുകയാണെന്നും ഇത് സ്വകാര്യ കരാറുകാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള റെയിൽവേ പോലീസിന്റെ നീക്കമാണെന്നും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പറയുന്ന വികാരപരമായ പാലക്കാട് ജംഗ്ഷനകത്തുള്ള ഈ നടപടി ഇത് ഇവിടുത്തെ DRM-ഉം ബന്ധപ്പെട്ട കക്ഷികളും ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പിൻവലിക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, S സേവിയർ, അനിൽ ബാലൻ, A കൃഷ്ണൻ, പ്രഫുൽകുമാർ, ജലാൽ തങ്ങൾ, M പ്രശോഭ്, V ആറുമുഖൻ, KN സഹീർ, ഉമ്മർ ഫാറൂഖ്, രാധാ ശിവദാസ്, ശാന്തി നടരാജൻ, നഗരസഭാ അംഗങ്ങളായ D ഷജിത് കുമാർ, മിനി ബാബു, അനീഷ് പൂളക്കാട്, ഇസ്മയിൽ ഒലവക്കോട്, S ശെൽവൻ, കാജ ഹുസൈൻ, ആഷിഖ് ഒലവക്കോട്, ഷിഹാബ്, റിയാസ് കബീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികയുടെ 1.5 പവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രദേശവാസി അറസ്റ്റിൽ. പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാത്തൊടി വീട്ടിൽ 40-കാരനായ പ്രസാദാണ് പോലീസിന്റെ പിടിയിലായത്. പാലപ്പുറം അഴിക്കലപ്പറമ്പ് വെള്ളിപുലാക്കിൽ 76-കാരിയായ രാധയുടെ കഴുത്തിൽ നിന്നും 1.5 പവൻ സ്വർണ്ണമാല പൊട്ടിച്ച കേസിലാണ് പ്രദേശവാസിയായ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാത്തൊടി 40-കാരൻ പ്രസാദ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മാല പൊട്ടിക്കൽ നടന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഒറ്റപ്പാലം പോലീസിന് തിരിച്ചറിയാനായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ഒരു റെയിൻകോട്ടും പിടിച്ച് ഒരാൾ നടന്നു പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. സംഭവം നടന്നതിന് ശേഷം ഇതേ കോട്ട് ധരിച്ച് ഇയാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായതും പിടികൂടാനുമായത്. പ്രതി ഉപയോഗിച്ചിരുന്ന കോട്ട് അഴിക്കലപ്പറമ്പ് റോഡരികിൽ നിന്നും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലെ ബേക്കറി കടയിലാണ് പ്രതി പ്രസാദ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ സംഭവ ദിവസം ഇയാൾ ജോലിക്ക് എത്തിയിരുന്നില്ല. ഇത് പോലീസിന് സംശയത്തിനിടയാക്കി. മോഷ്ടിച്ച മാല പട്ടണത്തിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായാണ് സൂചന.
ഇത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി കോൺഗ്രസ് ഓഫീസ് തർക്കം. മുനിസിപ്പൽ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ റദ്ദാക്കി. തർക്കത്തെ തുടർന്ന് 1 മാസത്തോളമായി അടച്ചിട്ട വാടക കെട്ടിടത്തിൽ ആരും പ്രവേശിക്കരുത് എന്ന ഇഞ്ചക്ഷൻ ഓർഡറാണ് ആലത്തൂർ മുനിസിപ്പൽ കോടതി റദ്ദാക്കിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM ഓഫീസാക്കാനുള്ള ശ്രമത്തെ തുടർന്ന് ഉണ്ടായ തർക്കത്തിൽ മോഹൻകുമാർ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ ഓർഡർ ആലത്തൂർ മുനിസിപ്പൽ കോടതി റദ്ദാക്കി. തർക്കത്തെ തുടർന്ന് 1 മാസത്തോളമായി അടച്ചിട്ട വാടക കെട്ടിടത്തിലെ ഓഫീസിൽ ആരും പ്രവേശിക്കരുതെന്ന ഇഞ്ചക്ഷൻ ഓർഡറാണ് ആലത്തൂർ മുനിസിപ്പൽ കോടതി റദ്ദാക്കിയത്. അടച്ചിട്ട ഓഫീസിന്റെ തീർപ്പ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പുറപ്പെടുവിച്ചത്. ഓഫീസ് 1 മാസത്തോളമായി പോലീസ് കാവലിലായിരുന്നു. കോടതി വിധിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. മുനിസിപ്പൽ കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന് കോൺഗ്രസ് വിട്ട കെ മോഹൻകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയിലെ ആയുർവേദ വിഭാഗത്തിൽ ചികിത്സ നടത്തുന്നത് അടിസ്ഥാന യോഗ്യതയില്ലാത്തവരാണെന്ന് കല്ലേക്കാട് സഹകരണ ആശുപത്രി ആയുർവേദ ചീഫ് കൺസൾട്ടന്റ് KV ബിജിത്ത് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ ആശുപത്രി അധികൃതരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഡോക്ടറുടെ നിയമനം, ആരോഗ്യ സംരക്ഷണ നിർണയം, പരിചരണം, ചികിത്സ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്കാണ്. നിയമവിരുദ്ധമായി സഹകരണ ആശുപത്രിയിലെ ആയുർവേദ ചികിത്സ നടത്തുന്ന 2 പേർക്ക് അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവരാണ്. TCMC കൗൺസിൽ അംഗീകാരമുണ്ടെന്ന പേരിൽ പഞ്ചകർമ്മ വിദഗ്ധനായും പാരമ്പര്യ ചികിത്സകനുമായാണ് 2 പേർ ചികിത്സ നടത്തുന്നത്. വ്യാജ ചികിത്സ നടത്തുന്ന 2 പേർക്കെതിരെയും മാനേജ്മെൻറ്റിന് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് മെഡിക്കൽ കൗൺസിൽ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ആരോഗ്യ വിഭാഗം, മെഡിക്കൽ കൗൺസിൽ, SP, കളക്ടർ എന്നിവർക്ക് താൻ പരാതി നൽകിയതെന്നും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ വിജിത്ത് പറഞ്ഞു. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ നൽകിയിട്ടും അന്വേഷണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു വ്യാജ വൈദ്യം നമ്മുടെ നാട് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് ഇത്തരത്തിലൊരു വ്യാജ വൈദ്യം ഇത്ര വലിയൊരു ഹോസ്പിറ്റലിൽ ഇപ്പോഴും വർഷങ്ങളോളം തുടർന്ന് പോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള ആയുർവേദ ഡോക്ടർമാർ 5-6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് പ്രാക്ടിക്കൽസും വൈവിയും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇത്തരം ഒരു അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത അഷ്ടവൈദ്യന്മാരുണ്ട്, അല്ലെങ്കിൽ B ക്ലാസ് രജിസ്ട്രേഷൻ വൈദ്യന്മാരുണ്ട്. നമ്മൾ അവരെയൊന്നും തള്ളി പറയുന്നില്ല. പക്ഷെ ഒരു അംഗീകൃത യോഗ്യതയില്ലാത്ത ഒരാൾ വന്നിട്ട് ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബാലസുബ്രഹ്മണ്യം പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് എന്നാണ് അയാൾ വെച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? 5-6 കൊല്ലം AMS പഠിച്ച് വീണ്ടും ഒരു 3 കൊല്ലം MD ചെയ്താൽ മാത്രമാണ് ഒരു പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അയാൾക്കൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 40 വയസ്സാണ് പ്രായം. കാരണം ഇന്നത്തെ കാലത്തിൽ B ക്ലാസ് രജിസ്ട്രേഷൻ ഉള്ള ഒരു വൈദ്യന് ചുരുങ്ങിയത് 75-80 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവും. ഈ പറയുന്ന 2 വ്യക്തികൾക്കും അതില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, രജിസ്ട്രാർ കേരള മെഡിക്കൽ സർവീസസ്, ദെൻ ജില്ലാ കളക്ടർ, അലോപ്പതി DMO, ആയുർവേദ DMO, SP, SHO ഇത്രയും ആൾക്കാർക്ക് കഴിഞ്ഞ ശനിയാഴ്ച രജിസ്ട്രേഡ് പോസ്റ്റ് വഴിയും ഇമെയിൽ വഴിയും ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഈ സമയം വരെ ഈ ഒരു അധികാരികളിൽ നിന്നും എനിക്ക് ഫോണായിട്ടോ ഇമെയിലായിട്ടോ ലെറ്റർ ആയിട്ടോ ഒരു മറുപടി ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്റെ മുമ്പിലുള്ള മാർഗം ഇത്തരത്തിലുള്ള ഒരു ക്രാക്കിനെ അല്ലെങ്കിൽ ഒരു വ്യാജനെ പുറത്ത് കാണിക്കാനായിട്ടുള്ള മാർഗം ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നാലമ്പല ദർശനയാത്ര സംഘടിപ്പിക്കും. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം, കുഴൽമന്ദം പുൽപ്പരമന്ദം ഭരതക്ഷേത്രം, കുത്തന്നൂർ കൽക്കുളക്കത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നുൾപ്പെടുന്നതാണ് നാലമ്പല ദർശനയാത്ര. തൃശൂർ ജില്ലയുടെ അതിർത്തിയിലെ തിരുവില്ലാമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്ത് പുൽപ്പരാനം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ച് 22 കിലോമീറ്ററിനുള്ളിൽ ഒരു നാലമ്പല ദർശനം ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുവരുന്നുണ്ട്. ധാരാളം ആളുകൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരാറുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. തിരുവില്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരുടെ ദർശനം കഴിഞ്ഞ് പെരുങ്ങോട്ടുകുറിശി കോട്ടായി വഴി കുഴൽമന്ദം CI ഹൈസ്കൂൾ റോഡ് വഴി പുൽപ്പുരമന്ദത്തെത്തി ഭരതപുരത്തെത്തി ഭരതനെ തൊഴുത് നേരെ കുത്തന്നൂർ റോഡിൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ശത്രുഘ്നനെ കൽക്കുളത്ത് തൊഴുത് തിരിച്ച് നാലമ്പല ദർശന പുണ്യം പൂർത്തിയാക്കാം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം കേവലം 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. താരതമ്യേന തിരക്ക് കുറഞ്ഞതും പ്രകൃതിരമണീയമായ ഒരു ദർശന പാതയുമാണിത്.
ഭക്തർക്ക് തിരുവില്ലോമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. തിരുവില്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദകൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് മെഡിക്കൽ സഹായവും പോലീസ് വിഭാഗവുമായി സഹകരിച്ച് സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 നാലമ്പല ദർശനം ജൂലൈ 17 കർക്കിടക മാസം 1-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. കൊച്ചി ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനം ഇരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവല്ലാമല വിദ്യാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് കൊച്ചി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി KSRTCയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് DMOയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി വിദ്യാദ്രിനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനായി കത്ത് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ്, കുടിവെള്ളം സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി P. ബിന്ദു, ദേവസ്വം ബോർഡ് അംഗം SR ഉദയകുമാർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം മാനേജർ S. വിജയകുമാർ, ഭരതക്ഷേത്രം പ്രതിനിധി S. പ്രദീപ്, ശത്രുഘ്ന ക്ഷേത്ര പ്രതിനിധി വിജയകുമാരൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K. സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S. സത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MA നാസർ, AK മൂസ മാസ്റ്റർ, VK ഉമ്മർ, K. നബീസ ടീച്ചർ, നന്ദിനി, മോഹനൻ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. രാവിലെ സമ്മേളന നഗറിൽ AIKS ഏരിയ പ്രസിഡന്റ് NS ജെയിംസ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം 54 കരാറുകൾ വിദേശ രാജ്യങ്ങളുമായി ഒറ്റയ്ക്കും വിദേശ രാജ്യങ്ങളുടെ കൂട്ടായ്മകളുമായെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ ചിരപരിചിതമായ ഒരു കരാറേ ഉള്ളൂ, ആസിയാൻ കരാർ. ബാക്കിയുള്ള കരാറുകളെക്കുറിച്ചൊക്കെ നമ്മൾ മിക്കവാറും അജ്ഞരാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പോലും അത് നമ്മൾ അവഗണിക്കാറുണ്ട്. ആസിയാൻ കരാറിനെതിരെ ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭമാണ് ആ രംഗത്ത് അതിൻ്റെ ശ്രദ്ധ നമ്മളിൽ ഊന്നാനിടയായത്. ആസിയാൻ കരാറിനെതിരെയുള്ള അത് 10 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ കരാറിനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് കേരള കർഷക സംഘവും AIKSുമാണ്. നമ്മുടെ ആദ്യത്തെ സമരം ഞാനിപ്പോഴും ഓർക്കുക. ഡെങ്കൽ ഡ്രാഫ്റ്റ് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ സമരം ആരംഭിച്ചത്. ഡെങ്കൽ ഡ്രാഫ്റ്റിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഏരിയ പ്രസിഡന്റ് NS ജെയിംസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PA സാബു, ഏരിയ സെക്രട്ടറി KK ബാബു, ഏരിയ ട്രഷറർ NG പ്രഭാകരൻ, മറ്റു നേതാക്കളായ CP ഹരിദാസ്, PT രാജേന്ദ്രകുമാർ, UB കണ്ണൻ, U പ്രവീൺ, P സാബിറ, നിർമ്മല രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വള്ളത്തോൾ നഗർ, വരവൂർ, ദേശമംഗലം, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 5 പഞ്ചായത്തിലെ 100 കണക്കിന് സ്ത്രീകളടക്കമുള്ള കർഷകരുടെ നേതൃത്വത്തിലുള്ള സമ്മേളനമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU മങ്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രാധാദേവി ഉദ്ഘാടനം ചെയ്തു. അവർക്കാർക്കും
DR ഉണ്ടായിരുന്നില്ല. 78-ന് മുന്നേ റിട്ടയർ ചെയ്തവർക്കാർക്കും അവർക്കെല്ലാം വെറും ബേസിക് പെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. 78-ന് മുന്നേ റിട്ടയർ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ യൂണിറ്റിന്റെ പരിസരത്ത് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. 78-ന് മുന്നേ റിട്ടയർ ചെയ്തവർക്ക് വെറും ബേസിക് പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. DR ഉണ്ടായിരുന്നില്ല. 78-ലാണ് നിരന്തരമായ 78 വരെയുള്ള വിവിധ സംഘടനകളുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് DR വന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PP പ്രേമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നവാഗതർക്ക് സ്വീകരണം നൽകി. മുതിർന്ന പെൻഷൻകാരെയും ആദരിച്ചു. സ്റ്റേറ്റ് കൗൺസിലർമാരായ P രാജഗോപാലൻ മാസ്റ്റർ, MC വാസുദേവൻ മാസ്റ്റർ, KM ബാലകൃഷ്ണൻ മാസ്റ്റർ, K വെള്ളപ്പൻ, KP ചാമുണ്ണി എന്നിവർ സംസാരിച്ചു. VI വേലായുധൻ സ്വാഗതവും MK ശിവദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. KSSPU ലക്കിടി പേരൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ, പെൻഷനേഴ്സ് സംഘ്, ഓർഗനൈസേഷൻ തുടങ്ങി ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിച്ച് 91 കാലഘട്ടം വരെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 1991 നിലവിലുള്ള ഭാരവാഹികളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് എന്താണ് ഇതിന് പോൻവഴി എന്ന് ആലോചിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇപ്പോൾ മരണപ്പെട്ടു പോയ ശ്രീ ചിത്തർന്നമ്പൂരിപ്പോൾ. യൂണിറ്റ് പ്രസിഡന്റ് G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. N മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC, +2, LLM പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവൻ ഉണ്ണി, NM നാരായണൻ നമ്പൂതിരി, AK രാമൻ, P രാജൻ മാസ്റ്റർ, N മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മേരിക്കുട്ടി സ്വാഗതവും M സേതുമാധവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പാലക്കാട് ജില്ലാ സഹകരണ ഹോമിയോ ക്ലിനിക്കിൻ്റെയും വെൽഫെയർ പാർട്ടി 32ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പകർച്ചപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും സാമൂഹിക ശുചിത്വത്തിലും പാലിക്കണമെന്നും പകർച്ചപ്പനി പ്രതിരോധ മാർഗങ്ങൾ മുൻകൂട്ടി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു. സഹകരണ ആശുപത്രി ബോർഡ് മെമ്പർ HM ഷരീഫ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ നസീഫ് N ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ നൌഫീജ, ബോർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ, വാർഡ് കമ്മിറ്റി ചെയർമാൻ P ലുക്മാൻ, വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് M ഫൈസൽ, ട്രഷറർ M സലാം, യൂണിറ്റ് പ്രസിഡന്റ് P അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് കൺവീനർ M റിയാസ് അലി സ്വാഗതവും സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് പുതുനഗരം MES ഹൈസ്കൂളിൽ കോടികളുടെ അഴിമതിയെന്ന ആരോപണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് പുതുനഗരം കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ വിവിധ വിഭാഗം. വിദ്യാലയത്തിലെ അധ്യാപക നിയമം ഉൾപ്പെടെ പലവിധ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് വിവിധ വിഭാഗം ജനറൽ കൺവീനർ A മുഹമ്മദ് അലി. ലീഗ് കമ്മിറ്റികളിൽ നിന്നും വിട്ട ശേഷം താൻ സ്വതന്ത്ര പ്രവർത്തനം നടത്തിവരികയാണെന്നും A മുഹമ്മദ് അലി. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുഷ്ടലാക്കോടെയെന്നും ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമെന്നും ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചിരിക്കുകയാണെന്നും T രാമകൃഷ്ണൻ. റെയിൽവേ സ്റ്റേഷനുള്ളിൽ റിസർവേഷനും ടിക്കറ്റിനും ഡിജിറ്റൽ പേയ്മെന്റ് വേണമെന്ന നിബന്ധനയ്ക്കെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. രാജ്യത്ത് നോട്ട് നിരോധനം ഇല്ലെന്നിരിക്കെ ഇത്തരം നിബന്ധനകൾ സ്വകാര്യ ടിക്കറ്റ് വിൽപ്പനക്കാരെ സഹായിക്കാനെന്നും ആരോപണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലും പിഴ ചുമത്തി ഗുണ്ടായിസം കാണിക്കുകയാണ് റെയിൽവേ പോലീസ് എന്നും ആക്ഷേപം. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികരുടെ സ്വർണ്ണമാല കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാതൊടി വീട്ടിൽ പ്രസാദാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.